ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളെ പറ്റിയാണ് നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 6 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ആ 6 ക്ലാസ്സുകളും കാണാവുന്നതാണ്. അതേപോലെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടും നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ പറ്റിയാണ് നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് വരുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളെ പറ്റിയാണ് നമ്മളെന്താ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് പാർട്ട് 4 പാർട്ട് 4 DPSP ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഈ ആശയം കടമെടുത്തിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. പക്ഷേ അവർ അത് കോപ്പി ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അവരിൽ നിന്നായിരുന്നു അയർലൻഡ് കടമെടുത്തത്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ ആ ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നും. അയർലൻഡ് അത് കടമെടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? സ്പാനിഷിൽ നിന്നുമാണ്, സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഈ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു DPSP ആദ്യമായിട്ട് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആരാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഐഡിയ സബ്മിറ്റ് ചെയ്തെന്ന് നോക്കാം. സപ്രൂ കമ്മിറ്റി ആയിരുന്നു 1945 2 കാറ്റഗറീസ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് സജസ്റ്റ് ചെയ്തത്. അതിൽ ഒന്ന് ജസ്റ്റിസബിൾ നേച്ചർ ആയിരുന്നു. അതിനെയാണ് നമ്മളെന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദേ ആർ ജസ്റ്റിസബിൾ നേച്ചർ. അതായത് ദേ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദ കോർട്ട്. ഓക്കെ, കോർട്ട് വഴി നമുക്ക് എന്താ നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതേപോലെ തന്നെ ഒരു നോൺ ജസ്റ്റിസബിൾ റൈറ്റ്സ് കൂടി അദ്ദേഹം സജസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന DPSPs ആർ നോൺ ജസ്റ്റിസബിൾ നേച്ചർ. അതായത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ് DPSP എന്ന് പറയുന്ന നോൺ ജസ്റ്റിസബിൾ നേച്ചറാണ്. അതായത് നമുക്കത് കോർട്ട് വഴി നടപ്പിലാക്കാൻ പറ്റില്ല. ഇനി എന്താണ് DPSP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി ഒരു ഗവൺമെൻറ് നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നമുക്ക് എന്താ കോർട്ട് വഴി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അവരുടെ നിയമങ്ങളും അതേപോലെ തന്നെ ഒരു പോളിസീസൊക്കെ ഫോം ചെയ്യുമ്പോഴോ ഈ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി, സ്റ്റേറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടി ആണ് ഈ DPSP നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതിനെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് നോവൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നും ഡോക്ടർ BR അംബേദ്കർ DPSP വിശേഷിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ KT ഷാ ഇതിനെ വിശേഷിപ്പിച്ചത് ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക്. അതായത് ബാങ്കിന് വേണമെങ്കിൽ മാറാൻ സാധിക്കുന്ന ഒരു ചെക്ക്. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോൾ ഈ നിർദ്ദേശ തത്വങ്ങളെന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലേ? വേണമെങ്കിൽ സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ പോളിസീസ് ഫോം ചെയ്യുമ്പോഴോ ഈ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ബാങ്കിന് വേണമെങ്കിൽ മാറാവുന്നൊരു ചെക്ക്, ആ ഒരു ഐഡിയയാണ് KT ഷാ അവിടെ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ DPSP ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് പാർട്ട് 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇന്ത്യ DPSP കടമെടുത്തിരിക്കുന്ന അയർലൻഡിൽ നിന്നും, അയർലൻഡ് ഇത് കടമെടുത്തിരിക്കുന്ന ഇവിടുന്ന് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു DPSP എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ സപ്രൂ കമ്മിറ്റി 1945
ഏതാ DPSP സജസ്റ്റ് ചെയ്ത DPSPയും അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അദ്ദേഹം അന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ ജസ്റ്റിസബിൾ ഇൻ നേച്ചറാണ്. DPSP എന്ന് പറയുന്നത് എന്താണ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചറാണ്. അതായത് നമുക്ക് എന്താ കോർട്ട് വഴി ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് DPSP ഇപ്പോൾ DPSPയിലെ ഏതെങ്കിലും ഈ താഴെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്താ അത് നമുക്ക് എന്താ കോർട്ട് വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 37 പ്രകാരമാണ് DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചറാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് എംബോഡി ദ കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെയാണ് ഈ DPSP പ്രതിനിധാനം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ എന്താ DPSP ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ ഓരോ ആർട്ടിക്കിളും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നോക്കാം. DPSP ഫോം ചെയ്തിട്ടുള്ളത് 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് DPSP എന്ന് പറയുന്ന 3 തത്വങ്ങൾ അധിഷ്ഠിതമാണ്. അതായത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഈ 3 ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ 3 തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ് DPSP ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രിൻസിപ്പിളും അതിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസും ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് DPSPയിലെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെ പറ്റി ആദ്യം നോക്കാം. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ജസ്റ്റിസിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ട സർട്ടൻ റൂൾസ്, അതിനെയാണ്, അല്ലെങ്കിൽ സർട്ടൻ ഇൻസ്ട്രക്ഷൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 38 ആണ് ആദ്യം സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിങ് സോഷ്യൽ ഓർഡർ ത്രൂ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് ടു മിനിമൈസ് ദ ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ. അതായത് ഒരു സ്റ്റേറ്റിലെ ജനങ്ങളുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക, ഒരു സാമൂഹിക ക്രമത്തിലൂടെ ഒരു സ്റ്റേറ്റിലെ ജനങ്ങളുടെ സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മിനിമൈസ് ദ ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് വരുമാനത്തിലും അതേപോലെ തന്നെ സ്റ്റാറ്റസിലും ഫെസിലിറ്റീസിലും ഓപ്പർച്യൂണിറ്റീസിലും എല്ലാമുള്ള ഇനീക്വാലിറ്റി, ആ ഒരു അന്തരം ഒഴിവാക്കുക എന്നുള്ളതും ആർട്ടിക്കിൾ 38 പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇനീക്വാലിറ്റി ഇൻ ഇൻകം എന്ന് പറയുന്നത്. അത് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 38 ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന മിനിമൈസ് ദ ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, അതേപോലെ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 38 ആണ്. അടുത്ത നമുക്ക് ആർട്ടിക്കിൾ 39 പറ്റി നോക്കാം. ആർട്ടിക്കിൾ 39 6 ക്ലോസുകൾ പറയുന്നുണ്ട്. അതായത് ABC അങ്ങനെ തുടങ്ങി ക്ലോസ് F വരെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 39 എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ള ഇത് മാത്രമാണ്. അതേപോലെ തന്നെ ദ റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ഓഫ് ലീവ്ഹുഡ് ഫോർ ഓൾ സിറ്റിസൺ, അതായത് എല്ലാ സിറ്റിസണിനും തുല്യ ഒരു ജീവിത നിലവാരം, ഒരു അനിവാര്യമായ ഒരു ജീവിത നിലവാരം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 39 ആണ്. അതേപോലെ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യല്, അതേപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സ് കോമൺ ഗുഡ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 39 എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആർട്ടിക്കിൾ 39 ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 39A പറയുന്നത് പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ, അതായത് സാധാരണക്കാർക്കും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. ഓക്കെ, ഈ 39A ആർട്ടിക്കിളിൻ്റെ പേരിൽ നിന്ന് ക്ലിയർ ആണ്, ഇതൊരു അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യപ്പെട്ട അമെൻമെൻറ്റ് എന്ന് പറയുന്ന 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ആർട്ടിക്കിൾ 39A ആഡ് ചെയ്യപ്പെട്ടത്. അതായത് പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ, അതായത് സാധാരണക്കാർക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. ഇത് ആഡ് ചെയ്യപ്പെട്ടത് 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. അതേപോലെ തന്നെ ഈ ആർട്ടിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്,
1987 പാസ്സാക്കുന്നത് ഏതാ ഈ ആർട്ടിക്കിൾ 39A ബന്ധപ്പെട്ടാണ്. ഒന്നുകൂടി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 പാസ്സാക്കി. അതിൻ്റെ ചുവട് പിടിച്ച് 1995 നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഫോം ചെയ്തു. അപ്പോൾ ഒന്നുകൂടി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 പാസ്സാക്കുകയും അതിൻ്റെ ചുവട് പിടിച്ച് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന 1995 ഫോം ചെയ്യുകയും ചെയ്തു. ഇനി ആർട്ടിക്കിൾ 39A ആഡ് ചെയ്യപ്പെട്ടത് 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ എന്നാണ് ആർട്ടിക്കിൾ 39A പറയുന്ന പ്രധാന കാര്യം. ഇനി 39 പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. ഓക്കെ, അപ്പോൾ ഈ 2 ആർട്ടിക്കിളും ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് ആർട്ടിക്കിൾ 41 പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്, സെക്യൂർ സിറ്റിസൺസ് റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ്. അതായത് ചില സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് അൺഎംപ്ലോയ്ഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അസുഖം ബാധിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കെന്താ വൈകല്യങ്ങൾ ഉള്ളപ്പോഴോ നമുക്ക് ജോലി ചെയ്യാനും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും പബ്ലിക് അസിസ്റ്റൻസിനും അതായത് ഒരു പൊതു സഹായത്തിനും ഉള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. ഇതൊരു DPSP ആണ്. അതായത് നമുക്കെന്താ സ്റ്റേറ്റിന് വേണമെങ്കിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെന്താ പല സംസ്ഥാനങ്ങളും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം നമുക്കെന്താ പെൻഷൻസൊക്കെ അനുവദിക്കുന്നു. അതായത് വാർദ്ധക്യ പെൻഷനുണ്ട്, വികലാംഗ പെൻഷനുണ്ട്. ഇതെല്ലാം ആർട്ടിക്കിൾ 41 കീഴിൽ വരുന്നതാണ്. ഇതെല്ലാം അതായത് ഒരു സെർട്ടൺ കേസിൽ, അതായത് അൺഎംപ്ലോയിഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചിരിക്കുമ്പോഴോ നമ്മൾ ഡിസേബിൾഡ് ആയിരിക്കുമ്പോഴോ നമുക്ക് ജോലി ചെയ്യാനും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും പൊതു സഹായത്തിനുമുള്ള അവകാശം അനുവദിച്ച് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 42 പറഞ്ഞിരിക്കുന്നതാണ് മേക്ക് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. ഓക്കെ, മെറ്റേണിറ്റി റിലീഫിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. ഓക്കെ, ഈ ആർട്ടിക്കിളിൻ്റെ പാർലമെൻറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 പാസ്സാക്കുന്നത്. ഈ ആക്ട് റീസെൻ്റ്ലി അമെൻഡ് ചെയ്യപ്പെട്ടു. അതായത് 12 വീക്കായിരുന്നു മെറ്റേണിറ്റി ലീവിന് അവകാശമുണ്ടായിരുന്നു. അതിപ്പോൾ മാറി 26 പെയ്ഡ് ലീവിന് വരെയുള്ള അധികാരം ഈ ആക്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ആർട്ടിക്കിൾ 42 മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 41 പറഞ്ഞിട്ടുള്ളത് സെർട്ടൺ കണ്ടീഷൻസിൽ നമുക്ക് ജോലി ചെയ്യാനും വിദ്യാഭ്യാസത്തിനും പബ്ലിക് അസിസ്റ്റൻസിനുമുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 42 എന്ന് പറയുന്ന മേക്ക് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഫോർ വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. അടുത്ത നമുക്ക് ആർട്ടിക്കിൾ 43 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 43 പറഞ്ഞിരിക്കുന്നത് സെക്യൂർ ലിവിംഗ് വേജ്, എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിൻ്റെ ലിവിങ് വേജസ്, അതേപോലെ തന്നെ ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ്, ഈ കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ആർട്ടിക്കിൾ 43 പറഞ്ഞിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 43 തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിളിലും വരുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 43 ആണ്. അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ ഇവിടെ ആഡ് ചെയ്യാത്തത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43A. Take steps to secure the participation of workers in the management of industries. അതായത് ഇൻഡസ്ട്രീസിൻ്റെ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിൻ്റെ, അതായത് തൊഴിലാളികളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. റൈസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത്. അതായത് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതേപോലെ തന്നെ ന്യൂട്രീഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. അടുത്തത് നമുക്ക് DPSP ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെ പറ്റി നോക്കാം. DPSPയിലുള്ള, അതായത് ഇതെല്ലാം ഈ ആർട്ടിക്കിൾസ്, ഇനി പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം ഗാന്ധിയൻ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആദ്യത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്തുകളുടെ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 43 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൺ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേഷൻ ബേസിസ് ഓൺ റൂറൽ ഏരിയാസ്. ഓക്കെ, അപ്പം
കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B. അപ്പോൾ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 43Bയിൽ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് ഇവിടെ ആർട്ടിക്കിൾ 43Bയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. ഇതിൽ SC/ST അതേപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൻ്റെ സൊസൈറ്റീസിൻ്റെ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ എക്കണോമിക് ഇൻട്രസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. SC/ST അതേപോലെ തന്നെ അതർ വീക്കർ സെക്ഷൻ്റെ എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ എക്കണോമിക്കൽ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. നമുക്കറിയാം കറൻ്റ്ലി 103ാമത്തെ അമെൻമെൻറ്റ് 2018 നിലവിൽ വന്ന 103ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെക്ഷനും 10% റിസർവേഷൻ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. 46ാമത്തെ അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന SC അതേപോലെ തന്നെ ST പിന്നെ അതർ വീക്കർ സെക്ഷൻ്റെ സാമ്പത്തികപരമായിട്ടും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. പബ്ലിക് ഹെൽത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 47ൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. prohibit the consumption of intoxicating drinks and drugs which are injurious to health. അതായത് നമ്മുടെ ശരീരാരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഡ്രഗ്സും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക, അതിൻ്റെ കൺസപ്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 47ലാണ്. ഇത് DPSPയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് എല്ലാ സ്റ്റേറ്റിനും ബാധകമാകണമെന്നില്ല. അതായത് നമുക്കിപ്പോൾ ഇവിടെ മദ്യനിരോധനം കൊണ്ടുവരാം. അത് ആർട്ടിക്കിൾ 47 പ്രകാരം ഒരു സ്റ്റേറ്റിന് വേണമെങ്കിൽ അത് നിലവിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. പ്രൊഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് കൗസ്. അതേപോലെ തന്നെ ഇത് ആനിമൽ ഹസ്ബൻഡറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 48ൽ പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ലിബറൽ പ്രിൻസിപ്പിളിനകത്താണ് അത് വന്നിരിക്കുന്നത്. ഗാന്ധിയൻ പ്രിൻസിപ്പിളിനകത്താണ് പറയുന്നത് പ്രൊഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് ഗോവധ നിരോധനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48 ആണ്. ഓക്കെ, നമുക്ക് DPSPയിലെ ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെ പറ്റി നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ആർട്ടിക്കിൾ 44. ഇതിൽ പറഞ്ഞിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. അതായത് സെക്യൂർ ഫോർ ഓൾ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ദ കൺട്രി. അതായത് ഒരു രാജ്യത്തിലെ എല്ലാ സിറ്റിസണിനും യൂണിഫോം സിവിൽ കോഡ് ഫോളോ ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. ഇത് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവ മാത്രമാണ്. നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷേ സിവിൽ നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് ചില ജാതികൾക്ക് ചില നിയമങ്ങൾ അവർക്ക് പ്രത്യേകം ഉണ്ട്. ഓക്കെ, അത് അങ്ങനെയൊന്നുമില്ലാതെ എല്ലാ ജാതിക്കും എല്ലാ മതസ്ഥർക്കും ഒരു നിയമം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. ഇപ്പോൾ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 44 പറഞ്ഞിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 45 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയറും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 ഇയേഴ്സ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും നൽകുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഇനി അടുത്ത ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48ലാണ് പറയുന്നത് ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. ഇതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 48ൽ തന്നെയാണ് കൗ സ്ലോട്ടറിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആനിമൽ ഹസ്ബൻഡറി അതേപോലെ തന്നെ കൗ സ്ലോട്ടറിങ് ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 48ലാണ്. അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49ലാണ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മോണുമെൻറ്റ്സും അതേപോലെ തന്നെ പ്ലേസസും ഒബ്ജക്ട്സും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ഇനി ആർട്ടിക്കിൾ 50ൽ പറഞ്ഞിരിക്കുന്ന ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതായത് ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി അതിനെ എക്സിക്യൂട്ടീവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51ൽ പറഞ്ഞിരിക്കുന്ന പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 51. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 49ൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ്
മോണുമെൻറ്റ്സ്, പ്ലേസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ആർട്ടിക്കിൾ 50 പറഞ്ഞിരിക്കുന്ന സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 51 പറഞ്ഞിരിക്കുന്ന പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് DPSPയിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും ബാക്കിയുള്ള വീഡിയോസും കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ നിന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.